പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരാഴ്ചയായി ഒരു 4 ദിവസം വലിയ ഒരു ശോധനയിലൂടെ 21 ദിവസം ഉപവാസത്തിന് ശേഷം ഒരു 4 ദിവസം സൈലൻ്റായിട്ടിരിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വളരെ ആഴത്തിൽ എല്ലാത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത്, സ്വന്തക്കാരോ ബന്ധക്കാരോ എല്ലാത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. കാരണം ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ചില ചോസനെ ദൈവം എല്ലാത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കും. അവിടെ ഇരുന്നാണ് ലേഖനങ്ങൾ എഴുതുവാൻ പറ്റുന്നത്. അവിടെയാണ് ഗുപ്തനിധികളെ കണ്ടുകിട്ടുന്നത്. സ്തോത്രം. എല്ലാവരോടും അല്ല, എൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ പോയപ്പോഴേ എനിക്കൊരു കൺഫർമേഷൻ ആവശ്യമായിരുന്നു. കാരണം വ്യക്തമായി ദൈവത്തിൻ്റെ ആലോചന എനിക്ക് ലഭിച്ചു. ഒരു ദേവദാസൻ പോലും പറയാത്ത ആലോചന പറയാത്ത, അവരെയും കൊണ്ട് കഴിയാതിരുന്ന, കാരണം ദൈവം ചിലത് നമ്മളോട് അറിയിക്കണമെങ്കിൽ അത് കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ തൻ്റെ ഭക്തനെ ദൈവം തന്നെ അറിയിക്കും. 1 യോഹന്നാൻ 2:27 പറയുന്നു, എൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ ആരും നിന്നെ വഴി നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ 17 വർഷമായ ഹസ്ബൻഡിൻ്റെ പിന്മാറ്റത്തിന് വേണ്ടി കർത്താവ് ഓർമ്മിപ്പിക്കുമ്പോൾ ആത്മഭാരം തരുമ്പോൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. കാരണം അവൻ എൻ്റെ ഉപനിധി, അവൻ എൻ്റെ സർവശക്തൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നല്ലോ. ഇന്ന് ഞാനൊരു ചായയെക്കുറിച്ചാണ്. കാരണം പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുമ്പോൾ, വചനം ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവനോട് നമുക്കൊരു പ്രത്യേകമായ പ്രേമം നമ്മളിലേക്ക് വർദ്ധിക്കും. കാരണം പിന്നെ നമുക്ക് ഇനി ആര് നമ്മളുടെ മുമ്പിൽ വന്നാൽ, എത്ര കോടികൾ വന്നു, എന്തും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒന്നിനും ആ പ്രേമത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനൊരു സമയത്തിലൂടെ, ആഴത്തിലൂടെ പോകുന്ന സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞാൻ ഒത്തിരി വോണ്ടഡ് ആണല്ലോ, എനിക്കൊരു ചായ വേണം. എങ്ങനെയുള്ള ചായയാണ്? ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന കേരളത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ചിലപ്പോഴൊക്കെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെ ഒരു ചായ എനിക്ക് വേണം. അങ്ങനെ ചായ ഇട്ടു. സാധാരണ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ചെറിയ സ്പൂണ്, ഒരു കുഞ്ഞി സ്പൂണ്, ഒരു ചെറിയ സ്പൂണ്, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചെറിയ സ്പൂണുകളുണ്ടല്ലോ, കുഞ്ഞി സ്പൂണുകൾ, അതിന് ഒരു 1/4 സ്പൂണാണ് അല്ലെങ്കിൽ 1/2 സ്പൂണാണ് ഞാൻ എപ്പോഴും ചായക്ക് ഇടുന്നതെങ്കിൽ, അന്ന് എന്നോട് പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്യാണ് 1 സ്പൂൺ ഇടാനായിട്ട്. ആ ചെറിയ സ്പൂണിൻ്റെ 1 സ്പൂൺ, എത്രയാണോ ഞാൻ ഇടുന്നതിൻ്റെ അത്രയും കൂടി ഇടാൻ പറഞ്ഞു. അങ്ങനെ ചായ ഇട്ടു. പക്ഷേ എനിക്ക് ആ ചായ അധികം ഇഷ്ടപ്പെട്ടില്ല. മേ ബി ആ പാലിൻ്റെ എന്താ പറയുക, ഒരു ചെറിയ ചേഞ്ചസ് വരുന്നത് പോലൊരു ടേസ്റ്റ് തോന്നി. പക്ഷെ നല്ല സ്ട്രോങ്, നല്ല ഒരു കടുപ്പമൊക്കെയുള്ള ചായയായിരുന്നു. സാധാരണ ഞാൻ കടുപ്പമുള്ള ചായ കുടിക്കാറില്ല. അങ്ങനെ ഞാൻ ബാൽക്കണിയിലിരുന്ന് അത് കുടിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൺഫർമേഷൻ നീ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഇറ്റ്സ് ഓക്കെ. ചായ ആയിരുന്നല്ലോ എൻ്റെ കൺഫർമേഷൻ. ചായ നല്ലതായാൽ നീ ആ പറഞ്ഞത് കൺഫർമേഷൻ, അല്ലെങ്കിൽ ആ കാര്യം ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഒരു ഇടി തരുന്നത് പോലെ, ചുറ്റിക എടുത്തിരുന്നു. വചനം ചുറ്റിക പോലെയാണല്ലോ. ആ ചുറ്റിക പോലെ ഒറ്റ ഇടി എൻ്റെ തലയിൽ. എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്ന്. സ്തോത്രം. ഞാൻ മാനുഷികമായ ചിന്തയിൽ നമുക്ക് ഒത്തിരി വിഷമങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ കർത്താവിനോട് സംസാരിക്കും. പക്ഷേ ആ കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ, വാട്ട് എ വണ്ടർഫുൾ ഗോഡ് വി ഹാവ്. സ്തോത്രം. ഇത് എത്ര പേര് കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും ഇതൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഉള്ള ദിവസങ്ങളിൽ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസമായിട്ട് എപ്പോൾ ചായ ഇട്ടാലും ആ പറഞ്ഞ അളവിനാണ് തേയിലയിടുമ്പോൾ പിന്നീടുള്ള ചായകളെല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, എപ്പോഴും ഒരു സിപ്പ് കുടിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരാറില്ല. കാരണം ഒരു പേരിന് വേണ്ടി കുടിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം നമ്മൾ ആരോടും പോവുകയോ വരികയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ജസ്റ്റ് ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്നത് പ്രാർത്ഥന കഴിഞ്ഞാൽ ചായയിലാണ്. സ്തോത്രം. അപ്പോൾ ആ ചായ നല്ല ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കേണ്ട. ശേഷം പരിശുദ്ധാത്മാവ് എന്നെ ഡെപ്തിലേക്ക് കൊണ്ടുപോയി. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ വലിയ ഒരു ഡെപ്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഗുപ്തനിധികളിലുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഏറ്റവും വലിയ ചോദ്യമായിരുന്നു. 17 വർഷം കഴിഞ്ഞു. ഓരോ വർഷത്തിലും ഞാൻ വിചാരിക്കും, ഇന്ന് നടക്കും, ഈ വർഷം നടക്കും, ഇപ്പോൾ നടക്കും, ഈ മിനിറ്റിൽ നടക്കും. ആ പ്രശ്നം വന്നപ്പോൾ ഇതായിരിക്കും സമയം. കർത്താവ് എന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാനിടയായി. ഞാൻ മതി കർത്താവെ, കുനിഞ്ഞിരുന്നു. എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഏലിയാവ് ഇരുന്നതുപോലെ
പക്ഷേ എനിക്കൊരു പുത്തൻ എനർജി വീണ്ടും ഓട്ടക്കളത്തിലേക്ക് ഓടുവാൻ കുറച്ച് സമയം എന്നെ പറഞ്ഞു തന്നു. എത്ര സമയം വരെ വ്യക്തമായി നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവം. 2014 ദൈവം തന്ന ദർശനം എന്ന് പൂർത്തിയാക്കുമെന്ന് ചോദിച്ച് എന്നും ഞാൻ കരയാറില്ല. പക്ഷേ ഓർക്കുമ്പോഴൊക്കെയും കർത്താവേ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാറുണ്ട്. ഹബാറ ഭാഷീക്കേറിയ ബഹാത്തുരയ്ക്ക് ദൈവത്തിന് എല്ലാത്തിനും ഒരു കാലമുണ്ട് ദൈവമക്കളെ. പക്ഷേ നമ്മുടെ വിഷമിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ നടത്തുന്ന പരിശുദ്ധാത്മാവ്, അവൻ കാര്യസ്ഥനാണ്. യോഹന്നാൻ 14 പറയുന്നു, ഹീസ് എ റെപ്രസെൻറ്റേറ്റീവ്. യേശു കർത്താവ് പറയാണ്, എൻ്റെ റെപ്രസെൻറ്റേറ്റീവാണെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും എന്നിൽ നിന്ന് എടുത്ത് നിനക്ക് തരും. പിതാവിൽ നിന്നുള്ളതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ടും എടുത്ത് തരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥയായി വിടുകയില്ല. ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. 24 മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. സ്തേഫാനോസ് മരിച്ചപ്പോൾ, കല്ലെറിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന യേശു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഹബറഷിക്ക് ലബറാഖ്യത്തുരുവേ. ഒരു ഭക്തൻ കടന്നു പോകുമ്പോൾ കർത്താവിന് ഒത്തിരി ഭാരമുണ്ട്, പക്ഷേ അത് നന്മയ്ക്കാണ്. ഒരു കഴുകനെ നമ്മൾ കണ്ടതുപോലെ അമ്മ കഴുകൻ കുഞ്ഞിനെ തള്ളി താഴേക്ക് ഇടുന്നത് പറക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ കുഞ്ഞിൻ്റെ അകത്ത് ആ ക്വാളിറ്റി ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം, കോൺഫിഡൻ്റ് ഉണ്ട്. അത്ര പ്രായമായി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയ്ക്കറിയാം ഇനി ഈ ചിറകുകൾ പറക്കാനുള്ളതാണ്. എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല ദൈവമക്കളെ. നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുക, കർത്താവ് പറഞ്ഞതിനനുസരിച്ച് കർത്താവിൻ്റെ ശബ്ദം കേട്ടാണെങ്കിൽ, ഒന്നും ലോകത്തിൽ പ്രതീക്ഷിക്കാതെയാണെങ്കിൽ, ചില മുറിവുകൾ, ചില പരാജയങ്ങളെല്ലാം നന്മയ്ക്കാണ്. പരീക്ഷ ദൈവം അനുവദിച്ചാൽ പരിഹാരം നമുക്കായി കരുതിയിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് നാം അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിൽ തീഷ്ണത വർദ്ധിക്കട്ടെ, പുരുഷത്വമുണ്ടാകട്ടെ. യുനാവിനെ പോലെ എഴുന്നേൽക്കുവാൻ ഒരു വ്യത്യസ്തമായ നിലത്തിൽ എല്ലാവരെയും ഒന്നും യുനാവായിട്ട് കണ്ടിട്ടില്ല. യുനാവ് എന്ന സ്ത്രീ അപ്പോസ്തലയാണെങ്കിൽ, ഫേബ പാസ്റ്ററാണെങ്കിൽ, പ്രിസ്കില്ല അപ്പൊലോസിനെ ഉറപ്പിച്ചുവെങ്കിൽ, മറിയ സകലതും അറിഞ്ഞുവെങ്കിൽ, മറിയ യേശുകർത്താവിൻ്റെ തലയിൽ തൈലമൊഴിക്കുവാൻ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി ദൈവം അവളെ ഉപയോഗിച്ചുവെങ്കിൽ, ഹാബ്രൂഷഖത്തുരിക്കിനിമനെക്കെന്തിരമേ, നിങ്ങളും ചോസനാണ്. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഈ ചായ എന്നെ പഠിപ്പിച്ചത് ദൈവത്തെ പരീക്ഷിക്കരുത്. അതുമാത്രമല്ല, നമ്മുടെ ഇന്നസെൻസി കർത്താവ് എപ്പോഴും ഇഷ്ടപ്പെടുന്നു. യോബിനെ പോലെ നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് പകരുക. അവൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, കൊട്ടുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്നും അതിലൂടെ ഞാൻ പഠിക്കുവാനിടയായി. ചേർന്ന് നടക്കുക. 1 യോഹന്നാൻ 2:27 പറയുന്നു, അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ അവൻ നമ്മളെ സകലത്തിൽ വഴി നടത്തും. ഹല്ലേലൂയ. സോ സഹിക്കാവുന്നതിനപ്പുറം കഷ്ടം തരികയില്ല. അതോടുകൂടി നമുക്ക് പോക്ക് വഴി തരുന്നൊരു കർത്താവ്. നെവർ ഗീവ് അപ്പ്. അവനോട് ചേർന്ന് നടന്നാൽ നമ്മളെന്നും സന്തോഷിക്കും. യോഹന്നാൻ 14 അധ്യായം വായിക്കണം. ഈ സമാധാനം ലോകം തരുന്നതല്ല, ദൈവത്തിൽ നിന്നുള്ളതാണ്. നീ കടന്നു പോകുന്ന വഴികളെ അറിയാത്തൊരു ദൈവമല്ല. ഹി ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കും മുമ്പേ നിന്നെ അറിഞ്ഞ ദൈവം. ഹബറുഷിഖാബാതുരിഖീം. രമ്യാവിനെ അവൻ്റെ ജനനത്തിന് മുമ്പേ വേർതിരിച്ച ദൈവം, മോശയെ വേർതിരിച്ച ദൈവം. ഹല്ലേലൂയ. നിന്നെയും എന്നെയും വേർതിരിച്ച ദൈവം. ഹി ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. രമ്യാവ് 29:11. ഹബാഷിഖ് ഹാ ദുരൂര് ബെഖിനമന. രമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വരുന്നു, അമ്മയുടെ ഉദരത്തിൽ ജനിക്കും മുമ്പേ നിന്നെ പേര് വിളിച്ചവൻ. ഹല്ലേലൂയ. ഹി ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ ഗീവ് അപ്പ്. യു ആർ ചോസൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.